ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി S26 സീരീസ്. S26 അൾട്ര, S26 പ്ലസ്, S26 മൂന്ന് ഫോണും നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം, ഷോർട്ടായിട്ട് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം നമുക്ക് S26 അൾട്രയെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അതുപോലെ ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി S26 അൾട്ര. വെയിറ്റ് 214 ഗ്രാമേ വരുന്നുള്ളൂ. തിക്നെസ് ആണെങ്കിൽ 7.9 mm ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് ആർമർ 2ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, സിം ട്രേ, എസ് പെൻ, നമ്മുടെ എസ് പെൻ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇതാ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്കറിയാലോ, എല്ലാതരം ഫംഗ്ഷനും നടക്കും. അവൻ അവിടെ ഇരുന്നോട്ടെ, അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ക്ലീൻ ആണ്. മുകളിൽ ഇതാ സ്പീക്കർ ഗില്ല് കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ ഒരു ഓവർവ്യൂ. ക്യാമറ മോഡ്യൂളിന്റെ ഭാഗത്ത് ചെറിയൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് തവണ അല്ലേ, ക്യാമറ ഐലൻഡ്. സോ അപ്പോൾ ഇങ്ങനെയാണ് S26 അൾട്രയുടെ ഒരു ഡിസൈൻ. ഏകദേശം എന്താ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ 26 പ്ലസും 26ഉം ഒക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓൾമോസ്റ്റ് സെയിം ആണ് ഡിസൈനിന്റെ കാര്യത്തിൽ എല്ലാതും തന്നെ. സോ അപ്പോൾ ഡിസൈനെ കുറച്ച് ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് പ്രൈവസി ഡിസ്പ്ലേ ആണ്. നമ്മൾ മുകളിൽ നിങ്ങളുടെ താഴോട്ട് വലിച്ചത് അവിടെ പ്രൈവസി ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട്. നമുക്കത് എനേബിൾ ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ നിന്ന് നോക്കുന്നവർക്കൊന്നും കാണാൻ പറ്റില്ല. ഞാനിത് ഓൺ ചെയ്യാൻ പോവാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിത് കാണാൻ പറ്റില്ല, കാരണം ഞാൻ സൈഡിൽ നിന്നാണല്ലോ നോക്കുന്നത്. ഇപ്പോൾ ഫോൺ ശരിക്കും നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും വ്യൂ ഉണ്ടാവില്ല, നേരെ നോക്കിയാൽ മാത്രമേ കാണൂ. അടിപൊളി സംഭവമാണ് കണ്ടോ. ഇത് ജസ്റ്റ് ഫുൾ ഫോണിന് മാത്രമല്ല, ചില ആപ്പുകൾക്ക് മാത്രമായിട്ട്. ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഇത് വർക്ക് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മാത്രം, അത് തുറക്കുമ്പോൾ മാത്രം പ്രൈവസി ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ഇനി അതൊന്നും വേണ്ട, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ഒരു OTP വരുമ്പോൾ, മെസ്സേജുകൾ വരുമ്പോൾ മാത്രം വർക്ക് ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിലും ഇത് വർക്ക് ചെയ്യും. സോ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ പ്രൈവസി ഡിസ്പ്ലേ വർക്ക് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടെമ്പർ ഗ്ലാസ് വാങ്ങിച്ച് ഒട്ടിച്ചാൽ ഡിസ്പ്ലേ ഡള്ളാവും, ടച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഇതൊന്നുമില്ല, ഒറിജിനൽ ക്വാളിറ്റിയിൽ പക്കാവായിട്ട് യൂസ് ചെയ്യാം. സോ അടിപൊളിയൊരു സംഭവമായി പ്രൈവസി ഡിസ്പ്ലേ. ഇതിൻ്റെ കൂടുതൽ സ്പെഷ്യൽ ഫീച്ചറുകൾ പറയുന്നതിന് മുൻപ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ. ഡിസ്പ്ലേ 6.9 ഇഞ്ച് വരുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. അതും ഗൊറില്ല ഗ്ലാസ് ആർമർ 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. സോ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയ സെറ്റപ്പ്. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ്. അത് തന്നെ ഫോർ ഗാലക്സിക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് അൾട്രയുടെ കാര്യമാണ്, എന്നാൽ ചെറിയ മോഡലുകളിൽ വ്യത്യാസമുണ്ട്. ഗാലക്സി S26 പ്ലസിലും S26ലും Exynos 2600 എന്ന് പറയുന്ന പ്രോസറാണ്. വേൾഡ് ഫസ്റ്റ് 2 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന പ്രോസറാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഹീറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഏരിയ. അതായത് ഒരു 21% ഒക്കെ ഇംപ്രൂവ്ഡ് ആയിരിക്കും ഇതിന്റെ ഹീറ്റ് കൺട്രോളിങ്ങിന്റെ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഓവറോൾ പെർഫോമൻസിലും ഏറ്റവും നല്ല ലെവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്യാമറ നോക്കിയാൽ മെഗാ പിക്സലുകളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, കഴിഞ്ഞ വർഷത്തെ പോലെയാണ്. 200 മെഗാ പിക്സൽ, 50, 10, 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ബട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആപ്പർച്ചറൊക്കെ 1.4 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസും ബെറ്റർ ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ എല്ലാ ലെൻസുകളിലും കിട്ടും. ഒപ്പം തന്നെ 8K 30 FPS റെക്കോർഡിങ്ങും ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ APV കോഡക്കിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവലിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സൗകര്യമാണ്. പിന്നെ ചില സ്പെഷ്യൽ ഫീച്ചറുകൾ, ഓട്ടോ ഫ്രെയിമിംഗ്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, നമ്മൾ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണെങ്കിലും ആ ഫ്രെയിം കറക്റ്റ് ചെയ്ത് പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഓട്ടോ കറക്ഷൻ എന്ന് പറയുന്ന പരിപാടി, അതായത് 360 ഡിഗ്രി നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നിടയ്ക്ക് ഈ ഫോൺ തിരിഞ്ഞാലും ഹൊറൈസൺ കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നല്ല ലെവലിലുള്ള നല്ല നൈസ് വീഡിയോ കിട്ടും. 360 ഡിഗ്രി തിരിഞ്ഞാലും കിട്ടും എന്നുള്ളത് ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ ഇതിൽ വരുന്ന ഫോട്ടോസിനെ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഇറേസറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇറേസർ മാത്രമല്ല, ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യുന്ന പരിപാടിയും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോയുടെ കൂട്ടത്തിൽ ഒരു സാധനം ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഫോണിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് ഏജന്റിക് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ AI അസിസ്റ്റൻസ് നമുക്ക് കിട്ടുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വരികയാണ്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഈ ഒരു AI ആ ഒരു മെസ്സേജ് കണ്ട വഴിക്ക് തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത ഫോട്ടോ നമുക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്യും. സെൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി. നമ്മൾ ഗാലറിയിൽ പോയി ആ ഡേറ്റിൽ പോയി തപ്പി പിടിച്ച് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല എന്ന് സാരം. ഈ മെസ്സേജ് വന്ന വഴിക്ക് തന്നെ സംഭവം റെക്കമെൻഡേഷനായിട്ട് വരും. സോ AI കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ഫോണിൽ. സംഗതി കലക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കോൾ സ്ക്രീനിങ്, അതായത് ആരെങ്കിലും നമ്മൾ വിളിക്കുകയാണെങ്കിൽ AI നമുക്ക് വേണ്ടി ആ കോൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആരാണ്, എന്തിനാണ് വിളിക്കുന്നത് ചോദിച്ചിട്ട് അത് ടെക്സ്റ്റായി നമ്മുടെ മുമ്പിൽ കാണിക്കും. നമ്മൾ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് കോൾ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ AI നമ്മുടെ കോളിനെ അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പരിപാടിയുണ്ട്. സ്പാം കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് സാരം. പിന്നെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറാണ് ഓഡിയോ ഇറേസർ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വർക്ക് ചെയ്യും. നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിലത്തെ ഓഡിയോ നോയ്സ് കളയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനിപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൽ നോയ്സ് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ട് അതിലത്തെ നോയ്സ് കളഞ്ഞ് ക്ലിയർ ആയിട്ട് കേൾക്കാം. സോ അതും ഒരു അഡ്വാൻസ്ഡ് സംഭവമാണ്. പിന്നെ ബിക്സ്ബിക്ക് ചില എക്സ്ട്രാ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതായത് സെറ്റിംഗ്സിലുള്ള എന്ത് സെറ്റിംഗ്സിനെ കുറിച്ചും നമ്മൾ അന്വേഷിച്ചാൽ ബിക്സ്ബി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതെന്താണ് ഏതാണെന്നുള്ള കാര്യം. ബാറ്ററി 5000 mAh
ബാറ്ററിയാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ ചാർജിങ് സ്പീഡ് 60 വാട്ട് കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 3.0 എന്നാണ് അവർ വിളിക്കുന്നത്. 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി സെറ്റപ്പ് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണെന്ന് പറയാം. പിന്നെ ഇതാ ഗാലക്സി ബഡ്സ് 4 ഇതിൻ്റെ കൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി ഒന്ന് പറയാം. ഇത്തവണ ഇതിനകത്ത് ലാർജർ ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലേഡ് ഡിസൈൻ എന്ന് പറയുന്നത് പുതിയ ടൈപ്പ് ഒരു ഡിസൈനും വരുന്നുണ്ട്. ഒപ്പം തന്നെ അഡാപ്റ്റീവ് ANC, ഇത്തവണ ബിഗ്സ്പീഡ് ഓപ്പൺ ജെമിനി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തവണ സ്പെഷ്യലായിട്ട് ഹെഡ് ജെസ്റ്റേഴ്സ്, നമ്മൾ ഹെഡ് അനക്കുന്നതിനനുസരിച്ച് കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന സൗകര്യങ്ങളുണ്ട്. നോയ്സ്, നമ്മുടെ പേര് ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പേര് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈവൻ ANC ഇട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്ത് ആ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളെയാണ് വിളിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വർക്ക് ചെയ്യുന്ന പരിപാടി. ANC മാറി ട്രാൻസ്പെറൻസി ഓണായി നമുക്ക് കേൾക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇത്തവണ ഇത്തിരി അപ്ഗ്രേഡഡ് ആയ രീതിയിലാണ് ഈ ബഡ്സ് 4 കൊണ്ടുവന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ബഡ്സ് 4 Pro എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതാണ് S26 സീരീസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളൂ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും അന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.